നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ കൂടി ഒരു ചട്ടിയിലാണെങ്കിൽ നമ്മൾ തുളസി പിടിപ്പിക്കും എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പിടിക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തുളസി വെട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ പൂക്കൾ വന്ന ആ ഭാഗങ്ങൾ വെട്ടിയെടുത്താൽ വളരെ നല്ലതാണ്. അവിടെ നിന്ന് ശിഖിരങ്ങൾ നല്ലതുപോലെ ആയി വരുന്നതാണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളുടെ തുളസി ഇതുപോലെ ഒന്ന് എന്താ പറയുക, പൂവൊക്കെ കളഞ്ഞ് തണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുക കേട്ടോ. തുളസിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്ര ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് തുളസി. നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായിട്ടുള്ള ചെടികളിൽ ഒരു ചെടിയാണ് തുളസി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു തുളസി കൊണ്ട് നമുക്കൊരു കംഫർട്ട് ഉണ്ടാക്കാം, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. മിക്സിയിലിട്ട് ഇത് ഒരു പിടി തുളസിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു എസൻസ് എടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു ചണ്ടി കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതൊന്ന് അരിച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആദ്യം ഒരു പാനിലേക്ക് 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, അധികം ഒന്നും ഒഴിക്കരുത്, വളരെ കുറവ് വെള്ളം. ഈ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി വരാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ശർക്കര ഉരുകി കഴിയുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ഫ്ലേവർ, ചിലവർക്ക് ഭയങ്കര കട്ടി ചൊവ്വ ഇഷ്ടമാവില്ല. നമ്മളിപ്പം 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കുക കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തേച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ എന്താണ് മഞ്ഞുകാലമല്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് പനി വന്നാൽ ചുമ മാറാറില്ല, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് അസ്വസ്ഥത, തൊണ്ടവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇതൊന്ന് വായിലിട്ടൊന്ന് ചൂയ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറയാനാണ് കേട്ടോ വളരെ അധികം എഫക്റ്റുള്ള, നമ്മൾ കടകളിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകളേക്കാൾ 100% നമുക്ക് വിശ്വസിച്ചും കഴിക്കാം. അതിനോടൊപ്പം തന്നെ വളരെ റിലീഫ് തന്നെ. നിങ്ങൾക്ക് നല്ല ചുമയുള്ള സമയത്ത് ഇതൊരെണ്ണം വായിലിട്ട് ചൂയ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട് നിങ്ങളൊന്ന് അനുഭവിച്ചറിയാം. അത്ര റിസൾട്ടാണ്. ഇതുപോലെ നിങ്ങളൊന്ന് നമ്മൾ നേരിയ ചൂടോടുകൂടി തന്നെ നല്ല എന്താ പറയുക ക്രിസ്പി ആകണമെങ്കിൽ കുറച്ച് തണുക്കാനായിട്ട് അനുവദിക്കുക. ഇല്ല ചൂയായിട്ട് കഴിക്കാനാണെങ്കിൽ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഉരുട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. വളരെ നല്ല ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ചായയിലൊക്കെ ഇട്ട് കുടിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ തുളസി വെച്ചതിന് ശേഷം നമ്മളുടെ ഡൈനിങ് ടേബിള്, നമ്മൾ സ്റ്റഡി ടേബിള്, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബെഡ്റൂമിൽ വേണമെങ്കിലും വെക്കാം. വളരെ അധികം ഒരു പോസിറ്റിവിറ്റി, അത് നല്ലൊരു സ്മെല്ലായി ഫ്രഷ് ഒരു സ്മെല്ലെന്ന് പറയില്ല, അതുപോലെ നിങ്ങൾക്ക് വീടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരു പോസിറ്റിവിറ്റി എന്താണെങ്കിലും നിങ്ങളെ വീട്ടിൽ വരും. അത്ര എഫക്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് തുളസി എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പം ഞാനും ഇവിടെ ഒരു 2-3 തുളസിയുടെ തണ്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കബേർഡിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ല്, ഒന്നാമത് ഇപ്പം മഞ്ഞുകാലം ആയതുകൊണ്ട് ഒരു ഈർപ്പത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ടിഷ്യൂ പേപ്പറിൽ വെക്കണമെന്ന് വെച്ചാൽ വെള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ ഒരു കറ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നമ്മളുടെ തലയിണയിലൊക്കെ ഇതുപോലെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റിയും നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക. തുളസിയുടെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പഞ്ചസാരയിലും തുളസി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അതിൽ ഉറുമ്പ് വരാതിരിക്കുവാനും അതുപോലെ തന്നെ പഞ്ചസാരക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഏതൊരു ഇതിലിട്ടാലും ആ ഒരു തുളസിയുടെ ഒരു ഫ്ലേവർ ആ പഞ്ചസാരയിൽ എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ് തുളസി. അപ്പോൾ നമ്മൾ അപ്പം പറിച്ചു കൊണ്ടുവന്ന് ഇടുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള, അതുപോലെ നമ്മൾ പഞ്ചസാരയിലേക്ക് ഉറുമ്പ് വരിക, പ്രാണികൾ വരിക, കട്ട പിടിക്കുക, അതൊന്നും ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ്. ഒന്ന് ചെയ്തു നോക്കണേ.
തുളസിയുടെ ഗുണങ്ങളും ഉപയോഗങ്ങളും പറഞ്ഞാൽ തീരില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാണിച്ചു തരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്ലാസ്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറില്ല അല്ലേ, വല്ലപ്പോഴും മാത്രം നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന, വല്ല ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്ത് വെക്കുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെല്ല് വരും അല്ലേ. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല പോലെ ഡ്രൈ ആക്കണം, ഒരു തരി വെള്ളത്തിൻ്റെ അംശം പാടില്ല. എന്നിട്ട് ഇതുപോലെ 2 തണ്ടെടുത്തിട്ട് ആ ഒരു തുളസിയുടെ ആ ഒരു തണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെല്ലോ, വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു തുളസി കിടന്ന് ചീയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ അതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ തുളസി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ 2 മാസം കഴിഞ്ഞ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ് മണമായിരിക്കും, യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവർക്കും ഈ ഒരു തുളസിയുടെ ഉപയോഗങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. നമ്മളെ വീട്ടിൽ എന്നും ഉള്ള ഒരു സാധനമല്ലേ. അടുത്തതായിട്ട് ഞാനൊരു പാനിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൂവപ്പൊടി കൊണ്ട് നമുക്ക് കംഫർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ കൂവപ്പൊടി മേടിച്ചപ്പോൾ ചെയ്ത് കാണിച്ചായിരുന്നു. 1 ടേബിൾ സ്പൂൺ, 3 ഗ്ലാസ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. കൂവപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി ആണെങ്കിലും എടുത്താൽ മതി. അത് നേരിയ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു പകുതി വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ തുളസിയുടെ നീര് കുറേ ഒന്നും അതിലേക്ക് ഒഴിക്കരുത്. കാര്യം നമ്മൾ വെള്ള വസ്ത്രങ്ങളൊക്കെ കഴുകുമ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഇലയുടെ പച്ച കളറ് പിടിക്കാൻ പാടില്ല. അപ്പം അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഇതിലേക്ക് തുളസി ചേർക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരര വേവായി കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ തുളസിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തുളസിയുടെ നീര്, അതിലേക്ക് ഒരു കർപ്പൂരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് വെന്ത് കഴിയുമ്പോൾ ഈ ഒരു പച്ചക്കളർ വളരെ കുറയും കേട്ടോ, നല്ല രീതിയിൽ കുറുകി കഴിയുമ്പോൾ. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചീത്താകാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി കൂടി ഒഴിക്കാം കേട്ടോ. ഇത് ഒരാഴ്ചത്തോളം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് വെച്ച് നമുക്ക് കംഫോർട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാനൊരു ബ്ലൂ കളറ് കംഫോർട്ട് കാണിച്ചിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നമ്മളുടെ തുണിയിൽ എന്താ പറയുക, നമ്മൾ അണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഈ തുളസിക്കും കർപ്പൂരത്തിനും കഴിയും. അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലും അതുപോലെ തുണികൾ നല്ല പുതുമ നിർത്താനായിട്ട് എന്താണ് പറയുക, ഫെയ്ഡായി പോകാണ്ടിരിക്കാനായിട്ട് ഈ ഒരു കൂവപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയോ ഉപയോഗിക്കുമ്പോൾ അതും സഹായിക്കും കേട്ടോ. ഒരു മുടിയിലേക്ക് എടുത്ത് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ കംഫോർട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിച്ചാൽ മതിയേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു തുളസിയുടെ നീര് മാറ്റി ചണ്ടി വേറെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 പാത്രം വെള്ളമാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു നമുക്ക് 1 മാസത്തേക്ക് നമുക്ക് ഈ ഒരു എന്താണ് പറയുക, ക്ലീനിങ് ലിക്വിഡ് കിട്ടുന്നതാണ് കേട്ടോ. എന്ത് ക്ലീൻ ചെയ്യണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഉണങ്ങിയ നാരങ്ങ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തത്. ഉണക്ക നാരങ്ങ എടുക്കുക, പക്ഷെ അതിലൊരു പൂപ്പലുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല, അത് മാറ്റി. എന്ന് വെച്ചാൽ പൂപ്പലിൻ്റെ അംശം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ചെയ്യാൻ പാടില്ല. ഫ്ലോർ ക്ലീനിങ് ആണെങ്കിൽ കൂടി നമ്മൾ പൂപ്പൽ വന്ന സാധനങ്ങൾ ഇട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ നല്ല നാരങ്ങ തന്നെ 1/2 മുറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ആ തോട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തോട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തിളപ്പിക്കാം. ഒരു 2 തിള വന്നു കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ എന്താണ് പറയുക, ക്ലീനിങ് ലോഷൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ഇപ്പോൾ കൗണ്ടർ ടോപ്പ് തുടക്കുക, എന്ത് കാര്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു ലോഷൻ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ നമ്മളുടെ കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ അരച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു ചണ്ടി കൂടി ഉള്ളത് കൊണ്ട് അരിപ്പ് കൊണ്ട് നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. നേരിയ ചൂടോടുകൂടി തന്നെ നമ്മളിത് ചെയ്യണം. നല്ലപോലെ തണുത്താറിയതിന് ശേഷം ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു 2 നുള്ള് നമ്മളുടെ കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ചേർക്കുമ്പോൾ നമ്മളുടെ പ്രാണിശല്യം, ഈച്ച ശല്യമൊക്കെ
പോയി കിട്ടാനായിട്ട് സഹായിക്കും. അടുത്തായിട്ട് ഒരു നുള്ളു മഞ്ഞൾ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഈ ഒരു മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന അണുക്കളെയും പ്രാണികളെയും പാറ്റകളെയും ഈച്ചകളെയൊക്കെ ഓടിക്കാനായിട്ട് സൂപ്പർ ഒരു സൊല്യൂഷനാണ് കേട്ടോ. രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ ഓവുകളിൽ ഒഴിച്ചു കൊടുത്താലും വളരെ നല്ലതാണ്. അതിന് ശേഷം നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പ്രാണി ഈച്ച ഒന്നും നമ്മളുടെ വീട്ടിൽ തന്നെയല്ല, നമ്മളുടെ ആ ഒരു പരിസരത്തേ വരില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഡൈനിങ് ടേബിളിലുള്ള ബാഡ് സ്മെല്ല് പോകാനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. ചെയ്ത് നോക്കണേ എല്ലാവരും. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കോലെടുക്കുക. വൈപ്പറിൻ്റെ കോലോ എന്താണെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു മരക്കഷ്ണമാണെങ്കിലും മതി കേട്ടോ. അതിലേക്ക് ഒരു റബ്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തുളസിയുടെ തണ്ട് ഇതുപോലെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു റബ്ബർ ഇട്ടതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു പൂവിൻ്റെ ഭാഗമൊക്കെ ഇരുന്നാലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആ പൂവിൻ്റെ ഭാഗം ഇരിക്കുമ്പോൾ നമ്മൾ തട്ടുമ്പം അതിൻ്റെ ആ ഒരു പൊടി താഴോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പൂവിൻ്റെ ഭാഗം വെച്ചില്ലെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമ്മൾ തുളസിയുടെ ആ ഒരു തണ്ടുകൾ എത്രത്തോളം നമ്മൾ വെട്ടിക്കൊടുക്കുന്നോ അത്രത്തോളം അത് നല്ല കരുത്തോടു കൂടി വളരും കേട്ടോ. നമ്മൾ വിചാരിക്കും തുളസി തീർന്നു പോകുന്നു, പക്ഷെ നമ്മൾ ആ പൂ വരുന്ന ഭാഗങ്ങൾ നമ്മൾ വെട്ടി കൊടുക്കുമ്പം അത് ആർത്ത് നല്ലതുപോലെ പിടിക്കും. നമ്മളത് വെട്ടാതെ എടുക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തായി പോകാനും അതിൻ്റെ ആ ഒരു വളർച്ച മുരടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ മാറാമ്പൽ തട്ടി നോക്കണം കേട്ടോ. വീട്ടിൽ പല്ലി ശല്യം, എട്ടുകാലി ശല്യം ഒന്നും ഉണ്ടാവില്ല ഈ ഒരു തുളസി കൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സാധാരണ എങ്ങനെയാണോ നമ്മൾ മാറാല അടിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് അവിടെ പിടിച്ചിരിക്കുവാനും അതുപോലെ പിന്നെ എട്ടുകാലി ആ ഭാഗത്തേക്ക് വരാതിരിക്കാനും ചെറിയ പ്രാണികൾ കൂടുകൂട്ടുക, പല്ലിയുടെ ശല്യം, ഇവയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ തുളസി കൊണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ആഴ്ചയിലോ 2 ആഴ്ചയിലോ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ ആ കബേർഡിൻ്റെ ആ വിടവിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്താൽ അതിൻ്റെ സ്മെല്ല് ഉണ്ടാകുമ്പോൾ ആ ഒരു വിടവിലൊന്നും പ്രാണികളും ഈച്ചകളും അതുപോലെ പല്ലികളൊന്നും വന്നിരിക്കില്ല കേട്ടോ. മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തു നോക്കേണ്ട ഒരു ടിപ്പാണ്. ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി